സുഹൃത്തുക്കളെ, മമ്മൂട്ടിയുടെ ബ്രഹ്മയുഗം എന്ന് പറയുന്ന സിനിമയുമായി ബന്ധപ്പെട്ട് ഞാൻ ചെയ്തൊരു വീഡിയോ ഉണ്ടായിരുന്നു. അതൊരു മഹാ അബദ്ധമായി പോയി എന്ന് എനിക്കിപ്പോൾ തോന്നുന്നുണ്ട്. കാരണം ആ ഒരു സിനിമയുടെ ഒരു മ്യൂസിക്കുമായി ബന്ധപ്പെട്ട് കുഞ്ചവം പോറ്റി എന്ന് പറയുന്ന പേരുമായി ബന്ധപ്പെട്ടിട്ട് ഒരു മ്യൂസിക് ഇറങ്ങിയായിരുന്നു, ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഇറങ്ങിയായിരുന്നു. ആ കുഞ്ചവം പോറ്റി കണ്ടു കഴിഞ്ഞ സമയത്ത് എനിക്ക് ആദ്യം തോന്നിയത് ഇത് നമ്മുടെ കത്തനാരുമായി ബന്ധപ്പെട്ട കത്തനയുടെ കഥയുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ആ കഥയിലെ കുഞ്ചവം പോറ്റിയാണോ ഇത് എന്ന് തോന്നലുണ്ടാകും. ഇപ്പോഴാണ് ഞാൻ രാഹുൽ സദാശിവന്റെ, നമ്മുടെ സംവിധായകന്റെ ഒരു ഇന്റർവ്യൂ കണ്ടെടുത്തത്. അതിൽ അദ്ദേഹം കൃത്യമായിട്ട് പറയുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് കത്തനാരുടെ കുഞ്ചവം പോറ്റിയുമായിട്ട് ഒരു ബന്ധവുമില്ലെന്നാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു വെച്ച അല്ലെങ്കിൽ നമ്മൾ ചിന്തിച്ചു വെച്ച ആ ഒരു കാലഗണനയും ഒപ്പം തന്നെ ഇതൊരു കുഞ്ചവം പോറ്റി കഥയായിരിക്കും എന്നുള്ള ചിന്തകളൊന്നും വേണ്ട. അത്തരം കഥകളൊന്നൊക്കെ വായിച്ചറിഞ്ഞോ അല്ലെങ്കിൽ ചോദിച്ചറിഞ്ഞോ ഒന്നും ഈ ഒരു സിനിമയ്ക്ക് കയറേണ്ട ആവശ്യമില്ലേ, നമുക്ക് ആദ്യം തന്നെ ഉറപ്പുവരുത്താണ്. രണ്ടാമത്തെ ഒരു കാര്യം ഇദ്ദേഹം പറയുന്നത് ഭൂതകാലം പോലെ പേടിപ്പിക്കാൻ വേണ്ടിയുള്ള ഒരു ഇന്റൻഷനോടുകൂടി ഇറക്കിയ ഒരു സിനിമയല്ല. ഭൂതകാലം പകലടക്കം നമ്മൾ പേടിച്ചു പോകുന്ന സിനിമയാണ്. നമ്മൾ പ്രത്യേക ഒരു ഭയത്തിലേക്ക് മാനസികരമായിട്ട് നമ്മളെ കൊണ്ടെത്തിക്കുന്ന സിനിമയായിരുന്നു ഭൂതകാലം. പക്ഷേ അതുപോലെ പേടിപ്പിക്കുക എന്നുള്ള ഒരു ലക്ഷ്യമൊന്നും ഈ ഒരു സിനിമയ്ക്കില്ല എന്ന് പറയുന്നു. അദ്ദേഹം പറഞ്ഞു ഇറ്റ്സ് എ ഡിഫറെന്റ് കൈൻഡ് ഓഫ് ഹൊറർ എന്നാണ് രാഹുൽ സദാശിവം ഈ ഒരു സിനിമയെ കുറിച്ച് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഇതൊരു ഹൊറർ സിനിമ തന്നെയാണ്. ഒരല്പസ്വല്പമൊക്കെ നമ്മൾ ഭയപ്പെടുത്താൻ എന്തായാലും സാധ്യതയുണ്ട്. പക്ഷേ രാഹുൽ സദാശിവം ആയതുകൊണ്ട് ഇറ്റ്സ് എ ഡിഫറെന്റ് കൈൻഡ് ഓഫ് ഹൊറർ എന്ന് പറഞ്ഞു വെച്ചാലും അത്ര വലിയ പേടിപ്പിക്കാനുള്ള ഇന്റൻഷൻ ഇല്ല എന്ന് പറഞ്ഞു വെച്ചാലും നമുക്ക് അതിന് വിശ്വസിക്കാൻ ഒരല്പം പ്രയാസമുണ്ട്. കാരണം ഈ ചെങ്ങാതിയാണ്, എന്ത് ചെയ്യുമെന്നും പറയാൻ പറ്റത്തില്ല. ഒപ്പം തന്നെ മമ്മൂക്ക എന്ന് പറയുന്ന മനുഷ്യരാണ്. നോക്കൂ, മമ്മൂട്ടിയുടെ രണ്ടാമത്തെ ഒരു വീഡിയോ ഇറങ്ങിയിട്ടുണ്ട്. രണ്ടാമത്തെ വീഡിയോ മീൻസ് ട്രെയിലറുമായി ബന്ധപ്പെട്ട ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് വീഡിയോ ഇറങ്ങിയിട്ടുണ്ട്. ഇന്ന ദിവസം ഇന്ന് വൈകിട്ട് ട്രെയിലർ ഇറങ്ങുന്നുണ്ടെന്ന് പറഞ്ഞത്. നോക്കൂ, അത് തന്നെ നമുക്ക് നേരമില്ല കണ്ടിരിക്കാൻ പറ്റാത്തൊരവസ്ഥയിലാണ് അദ്ദേഹം അതിന്റെ വോയിസ് മോഡുലേഷനും അതിന്റെ ഒരു പ്രത്യേക രീതിയിലൊക്കെ അഭിനയിച്ചുകൊണ്ട് ആ ഒരു മനുഷ്യ ചെയ്തിരിക്കുന്നത്. അതോടെ കിടക്കട്ടെ. എന്തായാലും ഇദ്ദേഹം പറഞ്ഞു വരുന്ന രണ്ടാമത്തെ ഒരു കാര്യം ഇറ്റ്സ് എ ഫിക്ഷണൽ മൂവി എന്നാണ്. ഒപ്പം തന്നെ ഇതിന് സസ്പെൻസ് ത്രില്ലർ എന്ന് കൂടി പറയാം. അപ്പൊ ഇതൊരു ഫിക്ഷണൽ മൂവിയാണ്, ഒരു ഫിക്ഷണൽ സ്റ്റോറിയാണ്, ഒരു കെട്ടുകഥയാണ്, ക്രിയേറ്റ് ചെയ്യപ്പെട്ട ഒരു കഥയാണ്. അതിനുള്ളിലേക്ക് നമ്മൾ കൊണ്ടുപോവുകയാണ്. ഒപ്പം തന്നെ ഒരു സസ്പെൻസ് ത്രില്ലർ എന്ന് പറയുന്നു. അത് ഫിക്ഷണലി സസ്പെൻസ് നമുക്ക് നൽകുന്ന ഒരു ത്രില്ലർ ഫിലിമായിട്ട് ഇതിനെ നമുക്ക് കാണാവുന്നതാണ്. അത് അല്ലാത്ത രീതിയിലുള്ള തള്ളലുകളൊന്നും നമ്മുടെ രാഹുൽ സദാശിവം ഈ ഒരു സിനിമയെ കുറിച്ച് പറയുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ രസം. പിന്നീട് നമ്മുടെ ഇതിന്റെ സ്ക്രിപ്റ്റിനെ പറ്റിയിട്ട് പറയുന്നുണ്ട്. സ്ക്രിപ്റ്റ് ഡിമാൻഡ് ചെയ്യുന്ന ഒരു തുകയാണ്, ഒരു ബജറ്റാണ് ഈ സിനിമയ്ക്ക് ആയിട്ടുള്ളത്. ഇതിന്റെ ബജറ്റിനെ കുറിച്ചിട്ട് മമ്മൂക്കയുടെ അത്ര വലിയ വേഷങ്ങളൊന്നുമില്ല. വെറും കുറച്ച് മുണ്ടുകളും തോളത്തിടുന്ന ഒരു തോർത്തുകൊണ്ട് മാത്രം ആവശ്യം ഉണ്ടായിട്ടുള്ളൂ. ഒപ്പം തന്നെ ബ്ലാക്ക് ആൻഡ് വൈറ്റിലാണ്. പിന്നെ എന്തിനാ എത്ര വലിയ ബജറ്റൊക്കെ ഈ സിനിമയ്ക്ക് വന്നുള്ള ചോദ്യങ്ങളൊക്കെ വരുമ്പോൾ അദ്ദേഹം പറയുന്നുണ്ട് ഈ ഒരു സിനിമയ്ക്ക് ആവശ്യമായ ഒരു ബജറ്റ് ഇത് വേണം. അത് സ്വാഭാവികമാണ്. അദ്ദേഹം ഡിമാൻഡ് ചെയ്യുന്ന, ഒപ്പം തന്നെ ഒരു സിനിമ ഡിമാൻഡ് ചെയ്യുന്ന, അതിന്റെ തിരക്കഥ ഡിമാൻഡ് ചെയ്യുന്ന ബജറ്റ് എന്തായാലും സിനിമയ്ക്കാവുന്ന വേറെ കാര്യം. ഒപ്പം തന്നെ 3 കാര്യങ്ങൾ മാത്രം മമ്മൂട്ടി എന്ന് പറയുന്ന മനുഷ്യനോട് ഇദ്ദേഹം പറഞ്ഞത്. ഒന്ന്, ഇതിന്റെ ബ്ലാക്ക് ആൻഡ് വൈറ്റിലായിരിക്കും ഈ സിനിമ ഇറങ്ങുക എന്നുള്ളതാണ്. അദ്ദേഹം പറയുന്നത് ആളുകൾക്ക്, കാഴ്ചക്കാർക്ക് ഒരു ഡിഫറെന്റ് എക്സ്പീരിയൻസ് നൽകണം എന്നുള്ളതാണ്. ഒരുപക്ഷെ ഇത്ര കാലമായിട്ട് അങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് നൽകണം എന്നുള്ള തോന്നലില് ഒരു മനുഷ്യൻ നമ്മുടെ മലയാള സിനിമയ്ക്ക് വന്നിട്ടില്ല, അല്ലെങ്കിൽ ഒരു സംവിധായകന് അങ്ങനെ വന്നിട്ടില്ല. അങ്ങനെയാണെങ്കിൽ രാഹുൽ സദാശിവം അങ്ങനത്തെ ഒരു ഡിഫറെന്റ് എക്സ്പീരിയൻസ് നൽകണം എന്ന് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ, അതൊരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് എക്സ്പീരിയൻസ് നൽകണം എന്നുണ്ടെങ്കിൽ കൃത്യമായിട്ടുള്ള ഒരു പണി അതിന്റെ പുറകില് നടത്തുന്നുണ്ടായിരിക്കാം. രണ്ടാമത് പറയുന്നത് മമ്മൂക്കയെ ബോധ്യപ്പെടുത്താൻ വേണ്ടി പറഞ്ഞ രണ്ടാമത്തെ കാര്യം ഇതൊരു പീരീഡ് സെറ്റ് ചെയ്യേണ്ടതാണ്. ഒരു പീരിയോഡിക് സെറ്റിങ്ങിലാണ് ഈ ഒരു കഥ നടക്കുക എന്നും, ഒപ്പം തന്നെ മൂന്നാമത് പറയുന്നത് ഇറ്റ്സ് എൻ യുണീക്ക് ക്യാരക്ടർ എന്നാണ്. അതായത് മമ്മൂക്ക ആയിക്കോട്ടെ അല്ലെങ്കിൽ മലയാളത്തിലെ ഏത് നടനാവട്ടെ, ഇത്ര കാലം ചെയ്തു വെച്ച മമ്മൂട്ടിയെ തന്നെ എടുക്കാം, എന്തിനാ മറ്റുള്ളവർ എടുക്കുന്നത്? അദ്ദേഹം തന്നെ ഇത്ര കാലം ചെയ്തു വെച്ച ഏത് ഹൊറർ സിനിമയെക്കാളും ഏതൊരു സിനിമയെക്കാളും യുണീക്കായി നിൽക്കുന്ന ഒരു കഥാപാത്രമായിട്ട് നമ്മുടെ മമ്മൂക്കയുടെ ഈ യുഗം എന്ന് പറഞ്ഞ ഈ ഒരു സിനിമയിലെ കഥാപാത്രം മാറുമെന്നത് ഒരു ഉറപ്പ് പറയുന്ന പോലെയാണ് രാഹുൽ സദാശിവം പറയുന്നത്. കാരണം മമ്മൂട്ടിയെ കൺവിൻസ് ചെയ്യിക്കാൻ അദ്ദേഹം പറഞ്ഞ വാക്കുകളിൽ ഒന്ന് അതാണ്, ഇറ്റ്സ് എൻ യുണീക്ക് ക്യാരക്ടർ. വ്യത്യസ്തമായിട്ട് അത് അങ്ങനെ നിൽക്കും, അതുപോലൊന്നും വേറെ ഒന്നില്ല എന്ന് പറയുന്ന പോലെ നിന്ന് കളയുന്ന ഒരു കഥാപാത്രമായിട്ട് നമ്മുടെ ഇത് മാറുമെന്ന് പറയുന്നു. പ്രതീക്ഷകൾക്ക് ഒരുപാട് നിറം വെച്ച് പിടിപ്പിക്കുന്നുണ്ട് നമ്മുടെ രാഹുൽ സദാശിവം എന്ന് പറയുന്ന മനുഷ്യൻ. എന്തായാലും ട്രെയിലർ ഇറങ്ങുന്നു, കാണുക. ഒപ്പം തന്നെ സിനിമ കൂടി കാണാനുള്ള ശ്രമം നടത്തി കഴിഞ്ഞ ശേഷം നിങ്ങളുടെ മുമ്പിലേക്ക് എത്താം. ബൈ.